ബാഗിന്റെ ഉള്ളിൽ ഞാനറിയാതെ എന്തോ ഒരു സാധനം കയറിയിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് വരുന്നേരം എത്ര കനല്ലേനും ബാഗിന് എന്താന്നില്ല അറിയാനും വേണ്ടിയാണ് ഞാൻ ബാഗ് തുറന്നു നോക്കിയപ്പോ അതിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു ചോപ്പ് കവർ തുറന്നു നോക്കിയത് കണ്ടപ്പോ ഞാൻ എന്നെ ആകെ നെട്ടിപ്പോയി. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോണ ഒരു ഫ്രൂട്ടാണിത്. പിന്നെയാണ് മനസ്സിലായത് അത് ബാഗിന്റെ ഉള്ളിൽ കൊടുന്ന വെച്ചാൽ മാർക്കറ്റിൽ നിന്ന് ആരോ സിറാജിന് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. ഫ്രീ ആയിട്ട് കിട്ടിയ നമ്മൾ എന്തും വാങ്ങുമല്ലോ. ഫ്രൂട്ട്സും കഴിച്ച് റൂമിൽ വന്നാണ്ട് ഒരു ഒറ്റ ഉറക്ക. കാരണം ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ഉറക്കം അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആകെ പിരാന്താവും. ഉറക്കത്തുനിന്ന് നീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഫ്രഷ് ആയി. ആ സമയത്താണെങ്കിൽ റൂമിൽ പെരും തണുപ്പ്. കാരണം രണ്ടാൾക്കാരോട് ഉറങ്ങുന്നുണ്ട്. എ സി ആണെങ്കിൽ ഓഫ് ആക്കാനും പറ്റൂല. ഇവിടെയാണെങ്കിൽ ഉറങ്ങണോൽക്കാണ് പരിഗണന കൂടുതൽ. എ സി ഓഫ് ആക്കാനും പറ്റൂല, ലൈറ്റ് ഇടാനും പറ്റൂല. അപ്പൊ പിന്നെ അവിടെ നിന്നാണ്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി മുടിയൊക്കെ കാട്ടിക്കൂട്ടി ചീകലൊക്കെ ചീകിയാണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഗൾഫത്തെ പൂച്ചകളൊക്കെ വലിയ രാജാക്കന്മാരെ മാതിരിയാണ് ജീവിതം. പൂച്ചന്റെ സെൻസർ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പക്ഷെ ഈ പൂച്ച ഭയങ്കര മടിയനാണെന്നു. ഉറക്കത്തുനിന്ന് വിളിച്ചിട്ട് ഉണരുന്നില്ല, ഒരു അനക്കമല്ല. നമ്മള് പിന്നെ അവിടെ നിന്ന് മാറിപ്പോയി. അതിനാണെങ്കിൽ ഒരു കുലുക്കമല്ല. അപ്പോഴാണ് നാട്ടിലേക്ക് പോണ ഒരുത്തനെ കണ്ടത്. ഓനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഓനക്ക് ലഗേജ് കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു ബാഗ് മാത്രമേ ഉള്ളൂ. ചിലപ്പോ വിസിറ്റിങ്ങിന് വന്നാണ്ട് പണിയൊന്നും കിട്ടാതെ തിരിച്ചു പോണതേക്കാരം. പടച്ചോൻ കാക്കട്ടെ നമ്മളെല്ലാരും. അമ്മയും പറയും